ചതുരത്തിൻ്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. വീതിയും നീളവും എത്ര? ഇപ്പോൾ ചതുരത്തിൻ്റെ നീളവും വീതിയും, നീളം എന്ന് വെച്ചാൽ L സമം 7 മീറ്റർ ആണ്. വീതി B സമം 4 മീറ്റർ ആണ്. ഇതിനെ നമുക്ക് നീളത്തെ 7x എന്നും വീതിയെ 4x എന്നും എടുക്കാം. പിന്നെ എന്താ തന്നിട്ടുള്ളത്? നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. അപ്പോൾ ഇവിടെ തന്ന തന്നെ നീളം വീതിയേക്കാൾ കൂടുതലാണ്, നമുക്കറിയാം അല്ലേ? ഇവിടെ തന്ന തന്നെ 7x എന്നുള്ളത്, അതായത് നീളം എന്നുള്ളത് 4x വീതിയേക്കാൾ എത്ര കൂടുതലാണ്? 3 കൂടുതലാണ്. നമുക്ക് തന്നതും തന്നെ കാര്യങ്ങൾ അറിയാം, മനസ്സിലാവുന്നുണ്ട്. 7x ആണ് നീളമെങ്കിൽ 4x ആണ് വീതി. അപ്പോൾ 7xന്ന് 4xന് 3 വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ 7x മൈനസ് 4x സമം എത്രയെന്ന് നമുക്കറിയാം. എത്രയാണ്? 3x ആണ്. അത് സമം, അതായത് നീളത്തുനിന്ന് വീതിയിലേക്ക് എത്ര കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? 15 മീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3x സമം 15 ആണെന്ന് ഇവിടെ പറഞ്ഞു. അതായത് എങ്ങനെ? 7x മൈനസ് 4x സമം എത്രയെന്ന് നമുക്കറിയാം. 7x 4x പോയാൽ 3x ആണ്. അത് സമം 15 ആണ് എന്നിവിടെ പറഞ്ഞു. 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ നീളം, അതായത് 7x വീതിയേക്കാൾ 4xനേക്കാൾ 15 കൂടുതലാണ്. അപ്പം 7xന്ന് 4x കുറച്ചാൽ 3x നമുക്കറിയാം. അതെന്ന് പറയുന്നത് 15 ആണ്. അപ്പം 3x 15 ആണെങ്കിൽ 3x സമം 15 ആണെങ്കിൽ x സമം എത്രയാണ്? 15/3 സമം 5. x സമം 5 ആണ്. x 5 ആണെങ്കിൽ നീളം 7x ആണ്. അപ്പം നീളം എത്രയാ? നീളം, അതായത് L സമം എത്രയാ? 7x സമം 7 × 5 സമം 35 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. 7 × 5 35 മീറ്റർ. അപ്പം വീതി എത്ര? വീതി അതായത് B സമം, B എത്രയാണ്? 4x ആണ്. 4x സമം 4 × x 5 20 മീറ്റർ ആണ് വീതി. അപ്പം നീളം 35 മീറ്റർ, വീതി 20 മീറ്റർ. വീതിയും നീളവും എത്ര എന്നാണ് ചോദ്യം. അപ്പം എങ്ങനെ എഴുതാം? വീതി സമം 20 മീറ്റർ, നീളം സമം 35 മീറ്റർ. ഇതിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഉള്ള ഒരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. നീളം 35, വീതിയേക്കാൾ വീതി 20 ആണ്, 15 മീറ്റർ കൂടുതലാണ്. ശരിയാണ്. 20നേക്കാൾ 15 കൂട്ടിയാലാണ് 35 കിട്ടുന്നത്.